ഭാർഗവി, നിന്നെ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. പക്ഷെ നീ എന്നെ കാണാൻ വന്നത് സഹതാപം കൊണ്ടാണെന്ന് തോന്നുക. പ്രഭകുഞ്ഞെ, അത്രയും ഇഷ്ടപ്പെട്ടവര് മാറാരോഗം പിടിപെട്ട് മരണാസന്നമായ ആശുപത്രി കിടക്കുമ്പോ ചുറ്റും കൂടുന്ന ബന്ധുക്കളുണ്ടല്ലോ, അതുപോലെ തോന്നുക എനിക്ക്. എന്താ ഈ പറയണത്? എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ഈ പ്രഭാവതിയെ കാണുമ്പോ നിനക്ക് സങ്കടം തോന്നുന്നില്ലേ? ഇവിടെ ഗിരീഷിന്റെ അമ്മയുടെയും കാരുണ്യത്തിൽ ജീവിച്ചു പോവാൻ ഞാനും മക്കളും. പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പിൽ പോകുന്ന ആളുകളെയാ ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടത്. എന്റെ ജീവിതം ഇപ്പോ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? എല്ലാം തീർന്നു ഭാർഗവി, എല്ലാം കഴിഞ്ഞു. ഞാനിനി നിന്റെ പ്രഭക്കുഞ്ഞല്ല, പ്രഭ, വെറും പ്രഭ. അങ്ങനെ വിളിച്ചാ മതി. പ്രഭകുഞ്ഞ് എന്തൊക്കെയാ പറയണത്? ഞാൻ പറയുന്നത് സത്യമായ കാര്യം. ബാക്കി ജീവിതം എങ്ങനെയും കഴിച്ചു കൂട്ടുക, അത്രേ ഉള്ളൂ എനിക്ക്. പ്രതാപം നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള വിഷമമൊന്നുമല്ല, ആശ തീർന്നു. മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ജീവിതത്തോടുള്ള ആശയം. അതില്ലെങ്കിൽ പിന്നെ മരവിപ്പായിരിക്കില്ലേ? ഭാർഗവി എന്നെ കാണാൻ വരില്ലെന്ന് പ്രാർത്ഥിച്ചിട്ടാ ഞാൻ കഴിഞ്ഞിരുന്നത്. ഞാൻ ചെയ്യുന്ന തെറ്റുകൾ പോലും ശരിയാണെന്ന് മറ്റുള്ളവരോട് വാദിച്ച് എന്റെ നിഴലായിട്ട് നിന്നവളാ നീ. ആ നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴും പക്ഷെ നീ ദേഷ്യം കാണിച്ചിട്ടില്ല. ആന്റി, അമ്മയോട് എത്ര പറഞ്ഞിട്ടും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഒന്നും ശരിയാവില്ല, എല്ലാം കൈവിട്ടു പോയി, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക. എന്താ പ്രഭകുഞ്ഞിത്? വിഷമം വരും, പക്ഷെ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കാന്ന് പറഞ്ഞ കഷ്ടമാണ്. ഇവിടെ വരാൻ പോലും ഗിരിക്ക് ഒരുപാട് നിർബന്ധിക്കേണ്ടി വന്നു. ഇവിടെ ആഹാരം കഴിക്കുമ്പോ ആഹാരത്തിന്റെ വിലയെ കുറിച്ച് അമ്മ ചിന്തിക്കുന്നത്. അമ്മയുടെ ഊർജ്ജമൊക്കെ പോയി. അത് ശരി, പ്രഭകുഞ്ഞ് ഇങ്ങനെ അവസ്ഥയിലാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങോട്ട് വരില്ലായിരുന്നു. സത്യം പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ ഭാർഗവി? എന്നെ കൊണ്ട് പറ്റുന്നില്ല. അമ്മയെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ല, അമ്മ ശ്രമിക്കാഞ്ഞിട്ടാ. ഞാൻ എപ്പോഴും അമ്മയോട് പറയും, അമ്മയൊന്ന് മുന്നിൽ നിന്നാ മതി, ഒക്കെ ശരിയാവൂന്ന്. ഞാൻ വിചാരിച്ച ശരിയാവില്ലെന്നറിയാം, അതാ ഞാൻ പലപ്പോഴും പിന്മാറുന്നത്. പ്രഭകുഞ്ഞ് വിചാരിച്ച ശരിയായില്ലെന്ന് അറിയാമെങ്കിൽ ഇനി പ്രഭകുഞ്ഞിനോട് ഞാനൊന്നും പറയുന്നില്ല. എങ്കിൽ ശരി, ഞാൻ പോവാ. പിന്നെ ഒരിക്കലും വരാം. വന്നിട്ട് ഒന്നിരിക്കുക പോലും ചെയ്യാതെ പോവാണോ? എനിക്കിരിക്കാൻ തോന്നുന്നില്ല മോളെ. ഉത്സാഹം നഷ്ടപ്പെട്ട പ്രഭകുഞ്ഞുള്ളടത്ത് എനിക്ക് ഇരിക്കാനും തോന്നുന്നില്ല, നിൽക്കാനും തോന്നുന്നില്ല. ഞാൻ പോവാ. നീ എവിടെ പോന്നു? ചായ കുടിച്ചിട്ട് പോവാം. ചായയും കാപ്പിയൊക്കെ എനിക്ക് വീട്ടിൽ കിട്ടും, ഇല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ കിട്ടും. ഞാൻ പോവാ. അയ്യോ, ഭാർഗവി കാര്യമായിട്ട് പറഞ്ഞാണോ? ആ, പ്രഭകുഞ്ഞിന്റെ കാര്യത്തില് ഞാൻ കള്ളം പറയാറില്ല. ഇങ്ങനെ ഒരു പ്രഭകുഞ്ഞിനെ കാണാനല്ല ഞാൻ വന്നത്. ഞാൻ പോവാ. ഞാൻ പോവാ. ഭാർഗവി നിൽക്കണ്ട, എനിക്ക് കാണണ്ട.